ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാരഗൺ വത്സൻ സരസ്വതി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനുവരി 27-ന് സെന്റ് മൈക്കിൾ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുക, വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം നൽകുക, അതാണ് ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ടത് PV രാജഗോപാലിനാണ്. PV രാജഗോപാലിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം കോഴിക്കോട്ടുകാരനാണെന്നും കണ്ണൂർക്കാരനാണെന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇന്ത്യ മുഴുവൻ ലോകത്തെ 19 രാജ്യങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ്. അതുപോലെ അറിയാം, തങ്ങൾ കൊള്ളക്കാട്ടിലെ 571 കൊള്ളക്കാരെ ശാന്തി ഉദ്ധരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ആൾ കൂടിയാണ്. നമ്മുടെ തമിഴ്നാട്ടുകാര സ്കൂളിലെ മാനേജർ കൂടിയാണ്. പാരഗൺ വത്സൻ സരസ്വതി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 27 വർഷങ്ങളായി ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളിന് നൽകി വരുന്ന പാരഗൺ എവറോളിംഗ് ട്രോഫി സെന്റ് മൈക്കിൾസ് ഗേൾസ് സ്കൂളിനും ഏറ്റവും നല്ല പൊതുപ്രവർത്തനത്തിന് നൽകുന്ന പാരഗൺ പുരസ്കാരം പ്രമുഖ ഗാന്ധിയനും ഇന്ത്യയിലെ 8,40,00,000 ഭൂരഹിതർക്ക് വേണ്ടി നിരന്തര പോരാട്ടം നടത്തുന്ന നിവാനിയോ പുരസ്കാരം നേടുകയും ചെയ്ത ഡോക്ടർ PV രാജഗോപാലിന് നൽകുന്നു. ഏറ്റവും നല്ല ഡോക്ടർ MK രവീന്ദ്രൻ, ഏറ്റവും നല്ല പത്രപ്രവർത്തകൻ ശിവപ്രസാദ് മലയാള മനോരമ, നല്ല അധ്യാപകൻ ജിൻഡോ ചെറിയാൻ, ആരോഗ്യ പ്രവർത്തക പ്രസന്ന ചങ്ങരോത്ത് എന്നിവർക്കും പാവപ്പെട്ട രോഗികൾക്കുള്ള ധനസഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണം എന്നിവയും 27-ന് സെന്റ് മൈക്കിൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകും. പരിപാടിയിൽ പാരഗൺ MD സുമേഷ് ഗോവിന്ദ്, ലിജു സുമേഷ്, സൗമ്യ ജോസ്, അഡ്വക്കേറ്റ് സുജാത S വർമ്മ, പ്രമോദ് മോവനാരി, കൃഷ്ണപ്രിയ, സിൽബി KK എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ രത്നാകരൻ, പപ്പൻ കന്നാട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൈവ കൃഷിയിൽ 100 മേനി വിള കൊയ്ത് ചെറുവണ്ണൂർ കൊളത്ത